പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഡൽഹി ഭീകരാക്രമണവുമായി പുറത്തുവരുന്ന ചില അപ്ഡേറ്റ്സുകളാണ്. നമുക്കറിയാം, ഈ ഭീകരാക്രമണം ഉണ്ടായത് മുതൽ തന്നെ ധാരാളം അപ്ഡേറ്റ്സുകൾ പുറത്തുവരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ തെളിവുകൾ അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ, പാകിസ്ഥാന് ഇതിലുള്ള പിന്തുണ, ഇക്കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ വളരെ വിദഗ്ധമായി തന്നെ കണ്ടെത്തുകയും അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ സ്ഫോടനം നടത്തിയ ഉമ്മർ നബി എന്ന് പറയുന്ന ചാവേർ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരൻ, ഇയാളുടെ തന്നെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഒരു ജിഹാദിയുടെ ലക്ഷ്യം എന്താണ്, ഒരു ചാവേറിൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു ചാവേർ എന്തിനു വേണ്ടിയാണ് പൊട്ടിത്തെറിക്കുന്നത്, അവൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടി കൃത്യം നടത്തുന്നു, ഒരു ചാവേറാകുന്ന ഘട്ടത്തിൽ തൻ്റെ ശരീരവും മനസ്സുമൊക്കെ എങ്ങനെയാണ് അതിനോട് പാകപ്പെടുന്നത്, ഈ വിഷയങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉമ്മർ നബി എന്ന് പറയുന്ന ഈ ഭീകരൻ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ നിഖിൽ കുമാർ നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. നിഖിൽ, ഈ ജിഹാദികൾ പല സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഹമാസ് ഭീകരത, ആഫ്രിക്കയിൽ ബൊക്കോ ഹറാമിൻ്റെ ഭീകരത. ഇപ്പോഴിതാ നമ്മുടെ നാട്ടിൽ രാജ്യതലസ്ഥാനത്ത് ഇത്തരമൊരു സ്ഫോടനം നടത്തിയിരിക്കുന്നു. ഈ സ്ഫോടനം നടത്തിയ ഉമ്മർ നബി ഈ വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെയാണ്? അതായത് ഒരു ജിഹാദിയുടെ ലക്ഷ്യം എന്ത് എന്നതിനെപ്പറ്റി ഇയാൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് വിശദീകരിക്കുന്നത്? ഗൗതം, ഏറ്റവും ഇതിൽ ചിന്തിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തുർക്കിയിലേക്ക് ഇയാൾ പോയിട്ടുണ്ട് എന്ന് ഇന്ന് രാവിലെ പുറത്തു വന്നൊരു വാർത്തയാണ്. അതായത് ഇയാൾ പരിശീലനത്തിന് വേണ്ടി കൃത്യമായി തുർക്കിയിലേക്ക് പോയിട്ടുണ്ട്. അതുമായി കണക്ട് ചെയ്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഭീകരർ പലരും തുർക്കിയിലേക്ക് പോകുന്നവർ പാകിസ്ഥാനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടോ എന്നൊരു കാര്യം എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ, ഇത് ഈ ഒരു ആക്രമണത്തിന്, ഭീകരാക്രമണത്തിന് കുറച്ച് ദിവസം മുൻപ് ടെലിഗ്രാമിലൂടെ ഇവർ പങ്കുവച്ചൊരു വീഡിയോ ആണ് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ചാവേർ ആക്രമണത്തിന് ഇവർ തയ്യാറാണ് എന്നുള്ളതാണ്. അതായത് ചാവേർ ആക്രമണത്തെ കൃത്യമായി ന്യായീകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ വീഡിയോയിൽ നടത്തുന്നത്. ടെലിഗ്രാമിലൂടെ പുറത്തുവിട്ട ഈ ഒരു വീഡിയോ, അതിൽ തങ്ങൾ മരിക്കാൻ റെഡിയാണ് എന്ന് കൃത്യമായി ഇവർ പറയുന്നുണ്ട്. അതായത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നടക്കുന്നത്, മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അതുകൊണ്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങൾ നടക്കുന്നത് എന്നാണ് കൃത്യമായി ഈ ഒരു ഉമർ എന്ന ഭീകരൻ പറഞ്ഞു വെക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞൊരു കാര്യം, മാലിയിലും ഒപ്പം തന്നെ തുർക്കിയിലും അടക്കം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്, വിവിധ ആവശ്യങ്ങൾക്കായി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അത് ഈ ഒരു ഭീകരാക്രമണവുമായി കൃത്യമായി കണക്ട് ചെയ്ത് വായിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം ഇവർ പ്ലാൻ ചെയ്തൊരു കാര്യം, ഇത്തരത്തിൽ തുർക്കിയിലടക്കം പോയി പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്ലാൻ ചെയ്തിരുന്നത് വളരെ വലിയൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഈ ഒരു ഭീകരാക്രമണം നടന്ന 13 പേരുടെ മരണത്തിനിടയാക്കി ഈ ഭീകരാക്രമണം നടന്ന ദിവസത്തിന് അന്ന് രാവിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദേശീയ അന്വേഷണ ഏജൻസികളടക്കം വിവിധ അന്വേഷണ ഏജൻസികൾ നിരവധി ഭീകരരെ പിടികൂടിയിരുന്നു. ഈ ഭീകരരുടെ ഒക്കെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അതായത് രാജ്യത്ത് വലിയൊരു സ്ഫോടനം നടത്തുക എന്ന് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതായത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരേ സമയം വലിയൊരു സ്ഫോടനം നടത്തുക, അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു i20 വാഹനം, അതിലാണ് ഇത്തരത്തിലൊരു ബ്ലാസ്റ്റ് നടന്നത്. അതിന് തൊട്ടു പിന്നാലെ എക്കോ സ്പോട്ടും ബ്രസയും അടക്കമുള്ള വാഹനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഈ ഭീകരർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ എന്തായാലും അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ എന്തായാലും ഈ ഭീകരരെ സംബന്ധിച്ച് ഇവർ രാജ്യത്ത് നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത് വലിയൊരു സ്ഫോടനം തന്നെയായിരുന്നു, വലിയൊരു ഭീകരാക്രമണം തന്നെ ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടി കൃത്യമായി പരിശീലനം നേടിയ ഭീകരർ തന്നെയാണ് ഈ ഉമർ അടക്കമുള്ളവർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിൽ ഇവർ പറയുന്നത് തന്നെയാണ്. അതായത് ഇവർ ചാവേർ ആക്രമണം നടത്താൻ തയ്യാറാണ്, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങൾ നടക്കുന്നത് എന്ന് തന്നെയാണ് ഇവർ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നതും. മരണം ഏത് സമയവും മുമ്പിലുണ്ടാവും, അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും ഈ ഒരു ഭീകരർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഇതുമായി കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ അൽഫല, ഈ ഒരു യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ് ഒക്കെ ഇതുമായി കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയും എന്തായാലും പരിശോധന നടത്തുന്നുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി ഇടുന്നത്, അതിൻ്റെ പ്ലാനിംഗ് അടക്കം അവിടുത്തെ ഡോക്ടർമാർ നടത്തിയിരുന്നു എന്ന കാര്യത്തിലും എന്തായാലും സംശയമില്ല. ഗൗതം, ഒപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും ഭീകര സംഘടനകളുടെ പേരുകൾ, അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ശ്രീലങ്കയിലൊക്കെ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ ചർച്ചുകളിൽ സ്ഫോടനം നടത്തിയ ഭീകരരൊക്കെ അവർക്ക് പ്രചോദനം സാക്കിർ നായിക്കാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകര സംഘടനകളുടെ പേരുകൾ സ്പെസിഫിക്കായി എടുത്തു പറയുന്നതാണോ ഈ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്? ഗൗതം, ഇപ്പോൾ അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇത് വലിയൊരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ്, ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണ രൂപം ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഇത് ഇവരുടെ ടെലിഗ്രാമിലൂടെയാണ് ഈ ഭീകരർ ഈ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പങ്കുവച്ചതും പ്രചരിപ്പിച്ചതും ഈ ഒരു ടെലിഗ്രാമിലൂടെയാണ് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ മുൻപ് പലപ്പോഴും ചർച്ച ചെയ്തൊരു കാര്യമാണ്, ടെലിഗ്രാം പലപ്പോഴും ഈ ഭീകരർ അവരുടെ ഗൂഢാലോചനയ്ക്കും അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾക്കൊക്കെ, അതായത് ടെലിഗ്രാം അത്രത്തോളം ഭീകർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന
അതിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് അടക്കം ഇടപെടുന്നതിന് പല പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടെലിഗ്രാമാണ് പലപ്പോഴും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അത് നേരത്തെ തന്നെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. അത്തരത്തിൽ ഈ ടെലിഗ്രാമിൽ ഇവർ പ്രചരിപ്പിച്ച ഒരു ഇന്റേണലായി പ്രചരിപ്പിച്ചൊരു വീഡിയോയുടെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് പൂർണ്ണമായ ഒരു വീഡിയോ പുറത്തു വരാനുള്ള ഒരു സാധ്യത എന്തായാലും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള പല ഭീകര സംഘടനകളുടെ വിവരങ്ങളടക്കം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തുർക്കിയിലടക്കം പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഭീകര സംഘടനയുടെ അൽ ഖയ്ദ അടക്കമുള്ള ഭീകര സംഘടനയുടെ ഇവർക്ക് ബന്ധമുണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് എന്തായാലും കഴിയില്ല. ഒപ്പം ഹമാസ് മോഡൽ ഒരു ആക്രമണമാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്ന വിവരവും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു സൂചനയും നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകര സംഘടനയുടെ പിന്തുണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ ഇത്തരത്തിൽ വീഡിയോയുടെ പൂർണ്ണ രൂപം പുറത്തു വരണം. അതിലെന്തായാലും ഇങ്ങനെയൊരു കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗൗതം, വളരെ ഞെട്ടിപ്പിക്കുന്നതായ ഒരു വാർത്തയാണ് നിഖിൽ. എന്തായാലും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് എന്തൊക്കെ നടക്കുമായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത്. താങ്ക് യു നിഖിൽ. എന്തായാലും നിഖിൽ കുമാർ പങ്കുവച്ചത് വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറിച്ച ഉമ്മർ മുഹമ്മദിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. ഒരു ചാവേറിന്റെ ലക്ഷ്യവും സ്വഭാവവും എന്താണ് എന്നതിനെപ്പറ്റി ഉമ്മർ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കേണ്ടത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതാണ്. ഡൽഹിയിൽ ഈ 13 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ ചെറുതായി കാണുകയില്ല. പക്ഷേ ഈ ഭീകരന്മാർ ലക്ഷ്യമിട്ടത് അങ്ങനെ ഒരു സ്ഫോടനമായിരുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 നഗരങ്ങൾ, അയോധ്യയും വാരണാസിയും പോലെയുള്ള ക്ഷേത്ര നഗരങ്ങൾ, ഇവിടെയെല്ലാം തുടർച്ചയായി സ്ഫോടനം നടത്തി ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാനാണ് ഈ ജിഹാദികൾ ശ്രമിച്ചത്. അതിനെയാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും കേന്ദ്ര ഏജൻസികളും പരാജയപ്പെടുത്തിയത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടത്.